ബഹുമാന്യരെ, സദ്ഭാവന ട്രസ്റ്റിൻ്റെ ഇന്നത്തെ പുസ്തക പ്രകാശന ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. ശ്രീമതി കോമളവല്ലിയമ്മ മാഡം എഴുതിയ ഒരു എഞ്ചിനീയറുടെ ബോധധാര എന്ന പുസ്തകവും അതുപോലെ തന്നെ ശിഥിലസ്മരണകൾ എന്ന കവിതയുമാണ് എന്നോട് പ്രകാശന കർമ്മത്തിലേക്ക് കടക്കുന്നത്. ആദ്യമായി എഴുത്തുകാരിയെപ്പറ്റി 1970 കേരള ജലസേചന വകുപ്പിൽ ജൂനിയർ എഞ്ചിനീയറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 2002 ചീഫ് എഞ്ചിനീയറായി വിരമിച്ച ശേഷം അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, മാർ ബസലിയസ് എഞ്ചിനീയറിംഗ് കോളേജ്, പങ്കജകസ്തൂരി എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ പ്രിൻസിപ്പൽ, പ്രൊഫസർ, ഡയറക്ടർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു. ആത്മചന്ദ്രിക, ആത്മനൊമ്പരങ്ങൾ, ശിഥിലസ്മരണകൾ എന്നീ കവിതാ സമാഹാരങ്ങളും സ്മൃതി സൗരഭം എന്ന ജീവചരിത്ര ഗ്രന്ഥവും, സ്നേഹത്തുരുത്തിലെ അഭയാർത്ഥികൾ എന്ന കഥാസമാഹാരവും, ബന്ധുരബന്ധങ്ങൾ എന്ന നോവലും, പ്രകൃതി രക്ഷതി രക്ഷത എന്ന വൈജ്ഞാനിക ലേഖനവുമാണ് മറ്റ് കൃതികളായിട്ടുള്ളത്. നമുക്കിന്ന് ആദ്യമായി പ്രകാശനം ചെയ്യാനുള്ള പുസ്തകം ഒരു എഞ്ചിനീയറുടെ ബോധധാര എന്ന പുസ്തകമാണ്. ശാസ്ത്ര സാമൂഹ്യ വിഷയങ്ങളെ അധികരിച്ചുള്ള 15 ലേഖനങ്ങളുടെ സമാഹാരമാണ് ഈ പുസ്തകം. ഇതിലെ ലേഖനങ്ങളെല്ലാം തന്നെയും സ്ത്രീകളെയും അതുപോലെ കുട്ടികളെയും മുതിർന്ന വ്യക്തികളെയും അടിസ്ഥാനമാക്കിയുള്ളവയാണ്. നാടിനും നാട്ടുകാർക്കും അവബോധം നൽകുന്ന രീതിയിലുള്ള ഈ ലേഖനങ്ങൾ എല്ലാം തന്നെ പ്രസിദ്ധീകരിക്കാൻ സദ്ഭാവന ട്രസ്റ്റിന് അങ്ങേറ്റം സന്തോഷമുണ്ട്. സന്തോഷത്തോടുകൂടിയാണ് സദ്ഭാവന ട്രസ്റ്റ് ഈ ചടങ്ങ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തത് കവിതയാണ്. ശിഥിലസ്മരണകൾ എന്ന കവിതയാണ്. ഈ കവിതയിലാണെങ്കിലും കവയത്രിയുടെ ആത്മഹർഷവും അതുപോലെ നൊമ്പരങ്ങളും വിലാപങ്ങളും ഒക്കെയാണ് ഈ കവിതയിൽ വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, വാർദ്ധക്യം എന്നതൊരു മഹാപ്രഹേളിയായി മാറിയിരിക്കുന്ന കാലമാണ്. അപ്പോൾ വാർദ്ധക്യ കാലത്തിലുണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളും അതുപോലെ ആ ഒറ്റപ്പെടലും അതിൻ്റെ വേദനകളും അതിൻ്റെ പ്രശ്നങ്ങളുമാണ് ഈ കവിതകളിലുടനീളം വന്നിട്ടുള്ളത്. നന്മതിന്മകൾ തമ്മിലുള്ള സംഘർഷം ഈ കവിതയിൽ നിഴലിച്ച് കാണാം. ഈ മിക്ക കവിതകളുടെയും പ്രമേയം ഇതൊക്കെ തന്നെയാണ്. 25 കഥകളുടെ സമാഹാരമായ ശിഥിലസ്മരണകൾ സദ്ഭാവന ട്രസ്റ്റ് അതേപോലെ തന്നെ സന്തോഷപൂർവ്വം ഈ സന്ദർഭത്തിൽ പ്രകാശനം ചെയ്യാണ്. ഈ ചടങ്ങിലേക്ക് എഴുത്തുകാരിയായ ശ്രീമതി കോമളവല്ലി ടീച്ചറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന ഭാരതീയ സമാജിൻ്റെ ദേശീയ ചെയർമാനും അതുപോലെ തന്നെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാനുമായ BS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെപ്പറ്റി നമുക്ക് ഏവർക്കും അറിയാവുന്ന സദ്ഭാവന ട്രസ്റ്റ് ഈ ഒരു തരത്തിൽ ഇത്രയും വിജയകരമായി മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വപാഠവും അതുപോലെ തന്നെ ആ രംഗത്തോട് സമർപ്പണമായ രീതിയിലുള്ള പ്രവർത്തനവും തന്നെയാണ്. സദ്ഭാവന ട്രസ്റ്റിൻ്റെ അംഗങ്ങളെല്ലാം തന്നെ ഒരേ മനസ്സോടുകൂടി ഈ പുസ്തക പ്രസിദ്ധീകരണ രംഗത്ത് 2.5 വർഷമായി പ്രവർത്തിച്ചതിൻ്റെ ഫലം തന്നെയാണ് ഏകദേശം 500-ൽ പരം പുസ്തകങ്ങൾ ഈ 2 കൊല്ലത്തിനിടയിൽ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത്. ഏകദേശം 1000 പുസ്തകം ഈ വർഷത്തിനുള്ളിൽ എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് സദ്ഭാവന ട്രസ്റ്റ് മുന്നോട്ട് നീങ്ങുന്നത്. ആ ലക്ഷ്യത്തിലെത്തുവാൻ സദ്ഭാവന ട്രസ്റ്റിനെ നയിക്കുന്ന നമ്മുടെ ചെയർമാൻ നമുക്ക് സഹായകമാകുമെന്നുള്ളത് നമുക്ക് അങ്ങേയറ്റം അറിയാവുന്ന കാര്യമാണ്. സദ്ഭാവന ട്രസ്റ്റിനെ ഇത്രയും ഭംഗിയായി നയിക്കുന്ന ചെയർമാനെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത് ശ്രീ GB ഹരീന്ദ്രനാഥാണ്. അദ്ദേഹം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, എഞ്ചിനീയറാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. പുസ്തകം സ്വീകരിക്കുന്ന ഡോക്ടർ കായംകുളം യൂനസ് ആണ്. അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മുൻ അംഗമാണ്, അതുപോലെ എഴുത്തുകാരനും പ്രഭാഷകനുമാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ MR തമ്പാൻ സാറാണ്. അദ്ദേഹം എത്തിയിട്ടില്ല, അദ്ദേഹം എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് ആശംസ നേരാൻ എത്തിയിട്ടുള്ളത് അധ്യാപകനും എഴുത്തുകാരനുമായ പ്രൊഫസർ K രാജശേഖരൻ സാറാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആശംസ നേരുവാനായി എത്തിയിട്ടുള്ള മറ്റൊരു മഹനീയ സാന്നിധ്യം ശ്രീമതി ശാന്തകുമാരി മാഡമാണ്. മാഡം അധ്യാപികയും അതുപോലെ തന്നെ എഴുത്തുകാരിയുമാണ്. മാഡത്തെയും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് നന്ദി പറയുന്നത് പബ്ലിക്കേഷൻ ഓഫീസറായ ശ്രീമതി സിന്ധു സുരേഷാണ്. സിന്ധുവിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ എല്ലാ അഭ്യുദയകാംക്ഷികളെയും അതുപോലെ തന്നെ സാഹിത്യ ലോകത്തുനിന്നും അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഓരോരുത്തരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായി മുൻനുര, അതിനായി ശ്രീമതി കോമളവല്ലിയമ്മ മാഡത്തിനെ ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ,
സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യാൻ പോകുന്ന 2 ബുക്കുകൾ, ഒന്ന് ഒരു കവിതാ സമാഹാരം, ഒന്നൊരു ലേഖന സമാഹാരം. ഈ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് ഒരല്പം പിന്നോട്ട് പോവുകയാണ്. എൻ്റെ ആദ്യത്തെ പുസ്തക പ്രകാശന വേദിയിലേക്ക് ഞാൻ എത്തി നിൽക്കുന്നു. എൻ്റെ ആദ്യത്തെ പുസ്തകമായ ആത്മചന്ദ്രിക പ്രകാശനം ചെയ്തത് ശ്രീ നന്ദകുമാർ IAS ആണ്. ആ പുസ്തകം ഏറ്റുവാങ്ങിയത് പ്രൊഫസർ പത്മാവതി അമ്മയാണ്. ഈ 2 വ്യക്തികളും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. സഹോദരസ്ഥാനീയനായ നന്ദകുമാർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മോട് വിട പറഞ്ഞു. പ്രൊഫസർ പത്മാവതി അമ്മ, എൻ്റെ കുഞ്ഞമ്മ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളോട് വിട പറഞ്ഞു. ഈ 2 വ്യക്തികളുടെയും പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ആദ്യമായി പ്രകാശനം ചെയ്യാൻ പോകുന്ന കവിതാ സമാഹാരം ഇരുപത്തഞ്ച് കവിതകൾ ഉൾക്കൊള്ളിച്ച ഒരു സമാഹാരമാണിത്. ഓരോ കവിതകൾക്കും ഒപ്പം ദൃശ്യശ്രവ്യം അടങ്ങിയ QR കോഡുകളും വിന്യസിച്ചിട്ടുണ്ട്. കവിതകൾ വായിക്കുന്നതോടൊപ്പം കേൾക്കാനും കാണാനും കണ്ടാസ്വദിക്കാനും കഴിയും എന്നുള്ള ഒരു പുതിയ പ്രത്യേക അനുഭൂതി ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കവിതകളൊക്കെ ചൊല്ലിയിരിക്കുന്നത്, ആലാപനം നടത്തിയിരിക്കുന്നത് മാന്യ വ്യക്തികൾ, സംഗീതജ്ഞരാണ്, പാട്ടുകാരാണ്. അധികം കവിതകളും ചൊല്ലിയിരിക്കുന്നത് രഞ്ജിനി സുധീരനാണ്. രഞ്ജിനി മ്യൂസിക് ഡയറക്ടറാണ് ദൂരദർശനിലെ. രഞ്ജിനി ഇവിടെ വന്നിട്ടുണ്ട്. മറ്റ് വ്യക്തികൾ, ഡോക്ടർ മധു ഒരു മ്യൂസിക് സ്കൂൾ നടത്തുന്ന വ്യക്തിയാണ്. എഞ്ചിനീയർ സുധീരൻ എൻ്റെ ക്ലാസ്മേറ്റാണ്. പിന്നെ സുരേഷ് ചന്ദ്രൻ, പിന്നെ 1-2 ലക്ഷ്മി, പ്രാൺകുമാർ, ഇവരൊക്കെ സംഗീത ലോകത്ത് വളരെ പ്രതിഭയുള്ള വ്യക്തികളാണ്. ഇവരൊക്കെയാണ് ഇതിനെ സംഗീതം ആലപിച്ചിട്ടുള്ളത്. എല്ലാ കവിതകളുടെയും ദൃശ്യാവിഷ്കാരം ദാസ് മൾട്ടിമീഡിയ ആണ് ചെയ്തിട്ടുള്ളത്. ഈ കവിതകൾ ഇന്ന് നാം കാണുന്ന, ഈ കലികാലത്തിൽ നാം കാണുന്ന പല ദുശ്ചിന്തകളും കാണുമ്പോൾ മനസ്സിനുണ്ടാകുന്ന വേദന, അത് പ്രതിഫലിക്കുന്ന പല കവിതകളും ഇതിനകത്തുണ്ട്. കൂടാതെ വാർദ്ധക്യകാലത്ത് പരിരക്ഷിക്കേണ്ട മക്കളും യുവാക്കളും അവരെ നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്നതും അവരിൽ തന്നെ കത്തിവെക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങളും മനസ്സിനെ സാധാരണഗതിയിൽ നോവിക്കാറുണ്ട്. ഈ നൊമ്പരങ്ങളും പിന്നെ അതേപോലെ സമൂഹത്തിൽ കാണുന്ന വേറെ പല ദുഷ്കൃത്യങ്ങളും എല്ലാം മനസ്സിനെ നോവിക്കുന്ന സംഭവങ്ങളാണ്. ഇവയൊക്കെ കാണുന്ന സമയത്ത് മനസ്സിൻ്റെ ഓരോ കോണിൽ സൂക്ഷിച്ചു വച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ
അവ ഓരോന്നായിട്ട് പുറത്തെടുത്ത് കവിതാരൂപത്തിൽ രചിക്കുക എന്നത് എൻ്റെ ഒരു ശീലമായിപ്പോയി. അങ്ങനെയാണ് ഈ കവിതാ സമാഹാരം ഉണ്ടായിട്ടുള്ളത്. ഇത് എൻ്റെ മൂന്നാമത്തെ കവിതാ സമാഹാരമാണ്. ആദ്യത്തെ ആത്മചന്ദ്രിക, അടുത്തത് ആത്മനൊമ്പരങ്ങൾ, മൂന്നാമത്തതാണ് ശിഥില സ്മരണകൾ. ഈ പുസ്തകം ശിഥില സ്മരണകൾ എനിക്ക് അതിന് അവതാരിക എഴുതി തന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഞാൻ അധികം സ്നേഹിക്കുന്ന എൻ്റെ അഭ്യുദയകാംക്ഷിയുമായ എടപ്പഴിഞ്ഞി ശാന്തകുമാരി ടീച്ചറാണ്. ടീച്ചർ വളരെ കാലം ടീച്ചിങ് പ്രൊഫഷനിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. 10-30 വർഷം അധ്യാപികയായിരുന്നതിന് ശേഷം ജവഹർ ബാലഭവനിലും ശിശുവിഹാറിലും പ്രിൻസിപ്പളായും മാനേജറായും കുറേ വർഷങ്ങൾ സേവനമനുഷ്ഠിച്ചു. ഇന്ന് IAS-കാരും IPS-കാരും ധാരാളം ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ശിശുസമ്പത്ത് ഉള്ള ടീച്ചർ ഇന്നും ടീച്ചിങ് കമ്മ്യൂണിറ്റിയിൽ വേറിട്ട് നിൽക്കുന്നു. അത്രത്തോളം പ്രതിഭയുള്ള ഒരു വ്യക്തിയാണ് എടപ്പഴിഞ്ഞി ശാന്തകുമാരി ടീച്ചർ. നിങ്ങളൊക്കെ കേട്ട് കാണുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കോട്ടൺ ഹിൽ സ്കൂളിന് മാത്രം അഭിമാനിക്കാവുന്ന ഒരു സംഘടനയാണ് കോഡ്സ, കോട്ടൺ ഹിൽ ഓൾഡ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ എല്ലാവരും കേട്ട് കാണും, അതേസമയം ടീച്ചേഴ്സ് അസോസിയേഷനും കേട്ട് കാണും. പക്ഷേ ഈ രണ്ടും കൂടിയുള്ള ഒരു സംഘടനയാണ് കോഡ്സ. കോഡ്സ തുടങ്ങിയപ്പോൾ മുതൽ കോഡ്സയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ് ശാന്തകുമാരി ടീച്ചർ. ആരോഗ്യ പ്രശ്നങ്ങളും വയസ്സിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ മറന്നിട്ട് വളരെ തന്മയത്വമായി കോഡ്സ ഇന്ത്യയെ നയിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിയാണ് ശാന്തകുമാരി ടീച്ചർ. ടീച്ചറിൻ്റെ കഥകളും കവിതകളും പത്രത്തിലും മാസികകളിലും ഒക്കെ വന്നിട്ടുള്ളത് വളരെ ജനശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ലിഖിതങ്ങളാണ്. സ്ഥിരമായി കേരള ശബ്ദത്തിൽ വനിതാവേദി കൈകാര്യം ചെയ്തിരുന്നത് ടീച്ചറാണ്. കൂടാതെ ദൂരദർശനിൽ ഏത് പരിപാടിയും, അതായത് കുട്ടികളുടെ ആയാലും സ്ത്രീകളുടെ ആയാലും വിദ്യാഭ്യാസത്തിൻ്റെ ആയാലും എല്ലാ മേഖലകളിലും ഉള്ള കാര്യങ്ങളിൽ അവരുടെ ടീച്ചറിൻ്റെ നിറസാന്നിധ്യം ഉണ്ടായിരുന്നു. അവിടുത്തെ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും ടീച്ചർ ACയിലും വേറെ ചാനലുകളിലും പ്രഭാഷണ പരമ്പര നടത്തി വരുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഈ ആരോഗ്യസ്ഥിതി ഒന്നും കണക്കാക്കാതെ ഇവിടെ എത്താനും എന്നെ അനുഗ്രഹിക്കാനും ഈ ചടങ്ങിനൊരു ആശംസ നേരാനും എത്തിയിട്ടുള്ള ടീച്ചറിന് എൻ്റെ വളരെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത പുസ്തകം എഞ്ചിനീയറുടെ ബോധധാര. അതൊരു ലേഖന സമാഹാരമാണ്. ഓർമ്മക്കുറിപ്പുകൾ, കഥ, കവിത, നോവൽ ഇത്യാദി കൃതികളൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം, പ്രസാധനം നടത്തിയതിനു ശേഷം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരാശയമാണ് ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ ധാരാളം കൈകാര്യം ചെയ്യാൻ അവസരം കിട്ടുകയും അതിൽ നിന്ന് ധാരാളം അനുഭവ സമ്പത്ത് നേടുകയും ചെയ്ത വ്യക്തി എന്ന നിലയിൽ എന്തുകൊണ്ട് യുവാക്കൾക്ക്, ഇന്നത്തെ സമൂഹത്തിലെ യുവാക്കൾക്ക് പ്രയോജനപ്രദമായ രചനകൾ നടത്തിക്കൂടാ എന്നുള്ളത്. ആ ചിന്തയിൽ നിന്നും ഉടലെടുത്ത ആദ്യത്തെ കൃതിയാണ് പ്രകൃതി രക്ഷതി രക്ഷിത. അതൊരു ലേഖന സമാഹാരമാണ്.
ഏതാണ്ടൊരു ടീച്ചിങ് മോഡിലാണ് ആ പുസ്തകം രചിച്ചിട്ടുള്ളത്. പഠന ക്ലാസ്സുകളും കുട്ടികൾക്ക് അവരുടെ ഭാഷയിൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്ന പോലാണ് ആ പുസ്തകം രചിച്ചിട്ടുള്ളത്. വലിയ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ അത്ര പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവണം എന്നില്ല. അപ്പം അവർക്കൊരു ക്ലാസ് എടുത്ത് അവരെ കൊണ്ട് സംശയങ്ങൾ ചോദിപ്പിച്ച് അതിൽ നിന്നും ആൻസർ കൊടുത്ത് കുട്ടികളെ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കിക്കുക എന്നുള്ള രീതിയാണ് ആ പുസ്തകത്തിൽ അവലംബിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് അടുത്ത പുസ്തകമാണ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്ന എഞ്ചിനീയറുടെ ബോധധാര. ഞാൻ എൻ്റെ ഒഫീഷ്യലും സോഷ്യൽ ലൈഫിൽ ധാരാളം സെമിനാറുകളും വർക്ക്ഷോപ്പുകളും അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവയിലൊക്കെ എനിക്ക് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും പിന്നെ വളരെ അധികം ദേശീയ അന്തർദേശീയ ജേണലുകളിൽ ടെക്നിക്കൽ സബ്ജക്ട്സ് എഴുതി പബ്ലിഷ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അത്തരം ചില ലേഖനങ്ങൾ അല്പസ്വല്പം മോഡിഫിക്കേഷനോടുകൂടി ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. കൂടാതെ ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രമല്ല, കുറേ സാമൂഹിക വിഷയങ്ങളും ഈ പുസ്തകത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സ്ത്രീകളും സമൂഹവും. ഇന്നത്തെ ഈ മാറിയ പരിസ്ഥിതിയിൽ സ്ത്രീകൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, സമൂഹത്തിലുള്ള പങ്ക്, പിന്നെ എഞ്ചിനീയർമാർക്ക് വിവിധ പ്രത്യേകിച്ച് സ്ത്രീ എഞ്ചിനീയർമാർക്ക് സൊസൈറ്റിയിൽ എന്ത് ചെയ്യാനാവും, അവരുടെ സ്റ്റാറ്റസ്, അവരുടെ നില ഇന്നത്തെ സൊസൈറ്റിയിൽ എന്താണ്, അതിനെപ്പറ്റിയും ഒരു ലേഖനമുണ്ട്. പിന്നെ വിദ്യാർത്ഥികൾ അവരെങ്ങനെ ഈ സോഷ്യൽ സർവീസുമായിട്ട് ബന്ധപ്പെടും. ഞാൻ പല കോളേജസുകളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ എല്ലാ സ്ഥലത്തും ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഈ സോഷ്യൽ സർവീസ് സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ട്. കുട്ടികളെ കൊണ്ട് ധാരാളം സോഷ്യൽ സർവീസ് വർക്കുകൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു ലേഖനമുണ്ട്, എങ്ങനെ അവരെ ഇൻവോൾവ് ചെയ്യിക്കാം, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്രധാനമായും വാർദ്ധക്യ പരിപാലനം, വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്ന ആൾക്കാരെ എങ്ങനെ നമ്മൾ പരിരക്ഷിക്കണം, അത്തരം 1-2 ലേഖനങ്ങളുണ്ട്. പിന്നെ മുല്ലപ്പെരിയാർ വിഷയം പോലും അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു മിക്സറായിട്ടുള്ളതാണ്. ടെക്നിക്കൽ മാത്രമല്ല, സാമൂഹ്യവും സാഹിത്യവും, ഈവൻ ഒരു യാത്രാ വിവരണം പോലും ഞാൻ ഈ പുസ്തകത്തിൽ ചേർത്തിയിട്ടുണ്ട്. ഇത്തരം ഒരു പുസ്തകമാണ് എഞ്ചിനീയറുടെ ബോധധാര എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിന് എനിക്ക് അവതാരിക എഴുതി തന്നത് പ്രൊഫസർ രാജശേഖരൻ അവർകളാണ്. അവതാരിക എഴുതുക മാത്രമല്ല, തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അതിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും അതിനൊരുപാട് സഹായങ്ങൾ ചെയ്തു തരികയും ചെയ്ത വ്യക്തിയാണ് പ്രൊഫസർ രാജശേഖരൻ. പ്രൊഫസർ രാജശേഖരൻ ബേസിക്കലി ഒരു എഞ്ചിനീയറാണ്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും എടുത്തതിന് ശേഷം അദ്ദേഹം പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ ടീച്ചിങ് പ്രൊഫഷനിൽ ജോലി ചെയ്തു. കുറേ കാലം കോളേജിൽ വർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ടീച്ചിങ് ലൈനിൽ നിന്ന് ദേശം മാറ്റിപ്പിടിച്ച് പക്ക എഞ്ചിനീയേഴ്സിൻ്റെ ലൈനിലേക്ക് മാറി എന്ന് പറയുന്ന സാംബിയ, ഒമാൻ, UAE, ഖത്തർ എന്നീ സ്ഥലങ്ങളിലും പിന്നെ പ്രോജക്ട്സുമായി ബന്ധപ്പെട്ട് മാലദ്വീപ്, നേപ്പാൾ, കുവൈറ്റ് എന്നീ സ്ഥലങ്ങളിലും അദ്ദേഹം ജോലി നോക്കിയിട്ടുണ്ട്.
കഴിഞ്ഞ ഒരു 10-20 വർഷത്തിലധികമായിട്ട് ഇന്ത്യയിൽ തന്നെ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ്റായിട്ട് ജോലി നോക്കി വരുന്നു. ഭാരതീയ തത്വചിന്തയും കുട്ടികളുടെ വിദ്യാഭ്യാസവുമാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയങ്ങൾ. കുട്ടികൾക്ക് വേണ്ടി ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. കുട്ടികളെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും അവരെ ഇംഗ്ലീഷ് ഭാഷയുമായിട്ട് വളരെ പരിചയപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വർക്ക് ബുക്ക് ഓൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് ഒരു 3-4 വോള്യൂംസ് രചിച്ചിട്ടുണ്ട്. അത് കുട്ടികൾക്ക് പ്രത്യേകിച്ചും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കുകളാണ്. പിന്നെ അതുകൂടാതെ പ്രൊനൗൺസിയേഷൻ, ഹൗ ടു പ്രൊനൗൺസ് ഇംഗ്ലീഷ് വേർഡ്സ്, എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒരു പുസ്തകവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ തനതായ ഒരു ശൈലിയുണ്ട്. എന്തെഴുതി കഴിഞ്ഞാലും അതിൽ കുറച്ച് നർമ്മരസം കലർന്നിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ മാത്രമുള്ള ഒരു ശൈലിയാണ്. ആർക്കും അത് അനുകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ കുറേയൊക്കെ വായിച്ചിട്ടുണ്ട്. അത് കുട്ടികൾക്കായുള്ള പുസ്തകങ്ങൾ കൂടാതെ സേതുബന്ധനം എന്ന ഒരു രചന നടത്തിയിട്ടുണ്ട്. അതൊരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് സ്റ്റോറിയാണ്. വളരെയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റിയ രചനയാണ്. പിന്നെ എടുത്തു പറയാൻ തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയായ മാപ്പൂസ് മ്യൂസിങ്, അതായത് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ തോന്നും ഒരു തല്ലുകൊള്ളി വിചാരങ്ങളുടെ ഒരു സമാഹാരമാണെന്ന്. അദ്ദേഹത്തിൻ്റെ പ്രത്യേക ശൈലിയാണ്. വായിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളോ കവിതകളോ എന്ത് വായിച്ചു കഴിഞ്ഞാലും ശരിക്കും ചിരിക്കാതിരിക്കാൻ പറ്റില്ല. മനസ്സിലെങ്കിലും ചിരിച്ചുകൊണ്ടേ അത് മുഴുവനാക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് പ്രൊഫസർ രാജശേഖരൻ. അദ്ദേഹത്തിനെ കൊണ്ടൊരു അവതാരിക എഴുതിപ്പിക്കാൻ കഴിഞ്ഞതിലും ഇവിടെ വന്ന് ആശംസകൾ നേരാൻ സമ്മതിച്ചതിലും എനിക്ക് അത്യന്തം സന്തോഷവും അതിലുപരി നന്ദിയുമുണ്ട്. ഔദ്യോഗികമായ നന്ദി പ്രകടനം അജണ്ടയിൽ ഒരു പ്രത്യേക ഐറ്റമായിട്ട് കണ്ടു. അതുകൊണ്ട് ഞാൻ കൂടുതലായി നന്ദി പ്രകടനത്തിനൊന്നും ശ്രമിക്കുന്നില്ല. എന്നിരുന്നാലും വേദിയിൽ ഇന്ന് സംസാരിക്കുന്ന വ്യക്തികളെ ഞാൻ എൻ്റെ ഭാഗത്തു നിന്നൊന്ന് നന്ദി പറയാതിരിക്കുന്നത് ശരിയല്ല. ശ്രീമതി ജയ ശ്രീകുമാർ, സദ്ഭാവന ട്രസ്റ്റിൻ്റെ സെക്രട്ടറി, ശ്രീ BS ബാലചന്ദ്രൻ, ചെയർമാൻ സദ്ഭാവന ട്രസ്റ്റ്, സദ്ഭാവനയുടെ എല്ലാമായ ബാലചന്ദ്രൻ സാർ, ഇവരെ രണ്ടുപേരെയും ഞാൻ എൻ്റെ രീതിയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നത്തെ ഈ 2 പുസ്തകങ്ങളും പ്രകാശനം ചെയ്യുന്നത് GB ഹരീന്ദ്രനാഥ് അവർകളാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹവും എൻ്റെ തന്നെ കോളേജിൽ എൻ്റെ വളരെ ജൂനിയറായിട്ട് പഠിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എൻ്റെ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് അത്യന്തം സന്തോഷമുണ്ട്. അദ്ദേഹത്തിനെയും പിന്നെ കായംകുളം യൂനുസ് എൻ്റെ അടുത്ത ഒരു ഫ്രണ്ടാണ്, അദ്ദേഹത്തെയും തമ്പാൻ സാർ എത്തിയിട്ടില്ല, ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാവരെയും നന്ദിയോടെ ഞാൻ സ്മരിച്ചുകൊള്ളുന്നു. ഓരോരുത്തർക്കും വേറെ നന്ദി പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, സാധാരണ പുസ്തക പ്രകാശനം നടക്കുമ്പോൾ
കണ്ടുവരാറുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പുസ്തക പ്രകാശന രീതി. ഗ്രന്ഥകർത്താവ് ആദ്യം പുസ്തകത്തെക്കുറിച്ച് ഒരു മുൻനിര എന്ന നിലയിൽ സംസാരിക്കുകയും തുടർന്ന് പ്രകാശനം നടത്തുകയും ആശംസകൾ നേരുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സദ്ഭാവന ട്രസ്റ്റ് സ്വീകരിച്ചിരിക്കുന്നത്. സാധാരണ ഗ്രന്ഥകർത്താവ് ഏറ്റവും അവസാന മറുവാക്ക് എന്ന നിലയിലാണ് സംസാരിക്കാറുള്ളത്. ആ സമയത്ത് ആരും കാണില്ല എന്നുള്ളതുകൊണ്ട് ഗ്രന്ഥകർത്താവാണ് ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒരാളായിട്ട് സാധാരണ പുസ്തക പ്രകാശന ചടങ്ങുകളിൽ കാണാറുള്ളത്. അതിന് വ്യത്യസ്തമായി ഗ്രന്ഥകർത്താവിനെ പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കുന്ന ശൈലിയാണ് സദ്ഭാവന ട്രസ്റ്റ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് ശ്രീമതി കോമളി വല്യമ്മ സംസാരിച്ചപ്പോൾ നന്ദി രേഖപ്പെടുത്തുന്നത് വേറെ ചടങ്ങാണ്. അവർ പുസ്തകത്തെക്കുറിച്ചാണ് പറയേണ്ടത് മുൻനിര. ഇന്നലെ 2 പുസ്തകങ്ങളെക്കുറിച്ച് അവർ വിശദീകരിച്ചു. അവരെഴുതാനുണ്ടായ സാഹചര്യവും കവിതകളെക്കുറിച്ചും എഞ്ചിനീയറുടെ അനുഭവം എന്ന നിലയിൽ ലേഖനങ്ങളെക്കുറിച്ചും. ആ ലേഖന സമാഹാരം നമ്മൾ വായിക്കണം. അതൊരു ഗൈഡ് ബുക്കാണ്. ഏതൊരു വ്യക്തിയും വായിച്ചിരിക്കേണ്ടുന്ന ഒരു പൊതുവിജ്ഞാന പുസ്തകമാണത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയേണ്ടതും പാലിക്കേണ്ടതുമായ ജീവിതക്രമങ്ങളിലേക്ക് അറിയാതെ വിരൽ ചൂണ്ടുന്ന ഒരു പുസ്തകമാണ്, ലേഖനങ്ങളാണ്. ആ ലേഖന പരമ്പര എന്ന് പറയുന്നത് ഒരു നിശ്ചയമായ ഒരു ഗൈഡ് ബുക്ക്. നമ്മുടെ ഒരു പൊതുപ്രവർത്തകർക്ക് ഒരു ഗൈഡ് ബുക്ക് എന്ന് പറഞ്ഞ മാതിരി ശ്രീമതി കോമള വല്യമ്മയുടെ ആ പുസ്തകം ജീവിത എക്സ്പീരിയൻസിൽ നിന്നും എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. ആ പുസ്തകം വളരെ പ്രയോജനകരമായി ഉപയോഗപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് സദ്ഭാവന ട്രസ്റ്റ് സന്തോഷപൂർവ്വം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ കവിതകൾ ധാരാളം പുറത്തിറങ്ങുന്ന കാലമാണിത്. ധാരാളം കവികൾ ഉള്ള കാലവുമാണിത്. നല്ല കവിതകൾ കാലത്തിനപ്പുറം പോവും. നല്ല കവിതകൾ തന്നെയാണ് പ്രചാരകരായി മാറുന്നത്. കവിത തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രചാരണ വസ്തുവായി മാറുന്നത്. അത് ആസ്വാദകർ കവിത വായിക്കുകയും അവർ മനസ്സിലാക്കുകയും അവർ ഉൾക്കൊള്ളുകയും അവർ അതിൻ്റെ പ്രചാരകരായി മാറുകയും ചെയ്യുന്ന ഒരു അനുഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീമതി കോമള വല്യമ്മയുടെ കവിതാ സമാഹാരത്തിൽ നിന്നും അത്തരം കവിതകൾ നമ്മെ പ്രചോദിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട് ഇത്തരം ഒരു പുസ്തക പ്രസിദ്ധീകരണം നടത്തുവാൻ സദ്ഭാവന ട്രസ്റ്റിന് കഴിഞ്ഞത്. ഈ പുസ്തക പ്രകാശനം നടത്തുവാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ശ്രീ ഹരീന്ദ്രനാഥാണ്, GB ഹരീന്ദ്രനാഥാണ്. അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു, ഈ കഴിഞ്ഞ 2 വർഷത്തിൻ്റെ സദ്ഭാവന ട്രസ്റ്റ് 500 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രസാധകരും കഴിഞ്ഞ ഒരു 2 വർഷത്തിനുള്ളിൽ ഇത്രയധികം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. പ്രസിദ്ധീകരിക്കുക മാത്രമല്ല അത് വിപണനം നടത്തുകയും ചെയ്യുന്ന ഒരു രീതി സദ്ഭാവന ട്രസ്റ്റിനുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഔട്ട്ലെറ്റുകൾ ഉള്ള ഒരു പ്രസാധകരാണ് സദ്ഭാവന ട്രസ്റ്റ്. കേരളത്തിലൊട്ടാകെ 900 ഔട്ട്ലെറ്റുകളുണ്ട്. അതിലേതാണ്ട് പകുതിയോളം പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുവാനും അവരുടെ ഒരു നെറ്റ്വർക്ക് വികസിപ്പിച്ചെടുക്കുവാനും സദ്ഭാവന ട്രസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ലക്ഷ്യം വളരെ വേഗത്തിൽ കൂടുതൽ പുസ്തകങ്ങൾ എഴുതുവാനും എല്ലാ ആളുകളെയും പുസ്തക പ്രസാധകരായി ഈ എഴുതുവാൻ വാസനയുള്ള മുഴുവൻ ആളുകളെയും പുസ്തക പ്രസാധകരായി രംഗത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് സദ്ഭാവന ട്രസ്റ്റിൻ്റെ കാഴ്ചപ്പാട്. കൂടുതൽ എഴുത്തുകാരെ രംഗത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിൻ്റെ ആസ്ഥാന വിദ്വാൻമാരെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുക എന്നുള്ളതല്ല. നമ്മൾ പുതിയ എഴുത്തുകാർ ധാരാളം എഴുത്തുകാരുണ്ടാവട്ടെ എന്നുള്ള നിലയിലുള്ള കാഴ്ചപ്പാടാണ് സദ്ഭാവന ട്രസ്റ്റ് പുലർത്തുന്നത്. പ്രധാനമായും ഇതുവരെ എഴുതി തുടങ്ങാത്ത ആളുകൾക്കും അവസരം കൊടുക്കണം എന്നുള്ളതാണ് സദ്ഭാവന ട്രസ്റ്റിൻ്റെ കാഴ്ചപ്പാട്. ഞാനിവിടെ പറയാൻ കാരണം ശ്രീമതി കോമള വല്യമ്മയെ ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി എഴുത്തുകാരുണ്ടിരിപ്പുണ്ട്. ആ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ നമുക്ക് ഏറെ സന്തോഷമുണ്ട്. നിങ്ങളുടെയൊക്കെ പങ്കാളിത്തം സദ്ഭാവന ട്രസ്റ്റ് ആഗ്രഹിക്കുകയാണ്. യാദൃശ്യമായിട്ടാണ് ശ്രീമതി ഇടപ്പഴിഞ്ഞ് ശാന്തമായി ടീച്ചറിനെ ഇവിടെ കണ്ടത്.
എനിക്ക് ആദ്യം മനസ്സിലായില്ലായിരുന്നു. ടീച്ചറാണ് ഇരിക്കുന്നത് മനസ്സിലാവും. പണ്ട് സ്ഥിരമായി കേരളത്തിൻ്റെ വീക്കെൻഡിൽ ടീച്ചറിൻ്റെ സൃഷ്ടികൾ വരാറുണ്ട്. ഇടപ്പഴിഞ്ഞ ശാന്തകുമാരി എന്ന് പറഞ്ഞ വളരെ ഫെമിലിയറായ എഴുത്തുകാരിയാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഒന്നും പത്രങ്ങളിൽ കാണുന്നില്ല. പക്ഷേ ടീച്ചറിൻ്റെ ഒരു എഴുത്ത് നമ്മളൊക്കെ അന്ന് വായിച്ച് സന്തോഷിക്കാറുണ്ടായിരുന്നു. ഞാൻ ഏതോ ഒരു എൻ്റെ മനസ്സിൽ സ്പർശിച്ച ഒരു സൃഷ്ടി ടീച്ചറിൻ്റെ ഞാൻ വായിച്ചത് ഇങ്ങനെ ഓർക്കുകയായിരുന്നു. എനിക്കങ്ങോട്ടൊരു ഓർമ്മയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതല്ലാതെ പുറത്ത് പറയാൻ പറ്റുന്നില്ല. ഞാൻ പണ്ട് കേരളത്തിൽ വന്നൊരു സാധനം എനിക്ക് തോന്നുന്നു ഏതോ യാത്രയുമായി ബന്ധപ്പെട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്താ എനിക്ക് കൃത്യമായി അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. അത് വളരെ രസകരമായ ഒരു സൃഷ്ടിയായിരുന്നു. അങ്ങനെ ടീച്ചറിൻ്റെ ഒരുപാട് സൃഷ്ടികൾ ഈ കേരളത്തിലെ വീക്കെൻഡിൽ സ്ഥിരമായി കാണാറുണ്ടായിരുന്നു. ശ്രീമതി ഇടപ്പഴിഞ്ഞി ശാന്തകുമാരി ടീച്ചർ ഇവിടെ വന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. നമുക്കിവിടെ പ്രതിഭകൾക്കൊപ്പം ഒന്ന് പരിപാടി ഒരിക്കൽ വിളിച്ച് സംസാരിക്കാവുന്ന ഒരു പ്രമുഖ വ്യക്തിത്വമാണ് ശ്രീമതി ഇടപ്പഴിഞ്ഞി ശാന്തകുമാരി ടീച്ചർ. എന്തായാലും ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പുസ്തക പ്രകാശനം ചടങ്ങിലേക്ക് പ്രകാശനം ചെയ്യുവാൻ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ GB ഹരീന്ദ്രനാഥിനെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പുസ്തകം സ്വീകരിക്കുവാൻ ശ്രീ കായംകുളം യൂണിവേഴ്സിറ്റിയെ ക്ഷണിക്കുന്നു. ഡോക്ടർ കായംകുളം യൂണിവേഴ്സിറ്റി. എല്ലാവർക്കും നമസ്കാരം. ഈ 2025 പൂർത്തിയാവാൻ ഇനി ഒരു ദിവസം കൂടിയേ നമുക്ക് മുന്നിലുള്ളൂ. അപ്പോൾ ഈ 2025 എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവസാനത്തെ ഒരു പബ്ലിക് ഫംഗ്ഷൻ, ഏറ്റവും വളരെ സന്തോഷം നിറഞ്ഞ ഒരു പബ്ലിക് ഫംഗ്ഷനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. അതിന് കാരണം ഞാൻ ഇനി എൻ്റെ വരുന്ന വാക്കുകളിൽ ഞാൻ ഇവിടെ പറഞ്ഞോളാം. BSS നമ്മുടെ വേദിയിലുള്ള BSSൻ്റെ എല്ലാമായ ബാലേന്ദ്രൻ സാർ, ഇന്നത്തെ ഈ പുസ്തക പ്രസാദനം, അതായത് ഇന്നത്തെ ഈ ചടങ്ങ് തന്നെ കാരണമായ നമ്മുടെ കോമളവല്ലി ടീച്ചർ, ശ്രീമതി ജയ ശ്രീകുമാർ, ശ്രീ കായംകുളം യൂനുസ്, തമ്പാൻ സാർ വന്നിട്ടില്ല. അദ്ദേഹം എന്നോട് ഞങ്ങൾ ഒരുമിച്ച് ദീർഘനാൾ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പ്രൊഫസർ K രാജശേഖരൻ, ശ്രീമതി ശാന്തകുമാരി, ശ്രീമതി സിന്ധു സുരേഷ്, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ആദ്യമായി ഈ പുസ്തകത്തിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം സാറോടെ സൂചിപ്പിച്ചത് എനിക്ക് കൂട്ടിച്ചേർക്കാതിരിക്കാൻ വയ്യ. കേരളത്തിലെ പുസ്തക പ്രസാധന ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയേറെ വ്യത്യസ്തങ്ങളായ എണ്ണം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുകയും അത് വിറ്റഴിക്കുകയും ചെയ്യപ്പെടുന്ന സ്ഥാപനങ്ങൾ ഉണ്ടോ എന്ന് സംശയമാണ്. ഇല്ല എന്ന് തന്നെ പറയാം. കാരണം പുസ്തക പ്രസാധന രംഗത്ത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറെ നാൾ പ്രവർത്തിച്ച പരിചയമുള്ള എനിക്കത് ആധികാരികമായി തന്നെ പറയാൻ പറ്റും. മലയാള പുസ്തക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള DC ബുക്സിന് പോലും ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട്, കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും DC ബുക്സ് ആയാലും അതൊക്കെ വന്നിട്ട് ഏതാണ്ട് 50 വർഷത്തിലേറെയായി. അപ്പോൾ ആ സ്ഥലത്താണ് BSS ഇങ്ങനെ നമ്മുടെ സദ്ഭാവന പോലുള്ള ഒരു സ്ഥാപനം 2.5 വർഷം കൊണ്ട് 500 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക മാത്രമല്ല അത് വിറ്റഴിക്കുകയും ചെയ്യുക എന്നുള്ളത്, പ്രത്യേകിച്ചും വായന മരിക്കുന്നു എന്ന് പറയുന്ന ഈ സമയത്ത്
ഒരു 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 നാഴികക്കല്ലാണെന്ന് പറയാതിരിക്കാൻ തീർച്ചയായും പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ പുസ്തക പ്രസാധനം കൂടുതലും ചെയ്യുന്നത് കവിത, നോവലുകൾ, അങ്ങനെയുള്ള കൂടുതൽ മേഖലകൾ ആയിരിക്കുമ്പോൾ ഈ നമ്മുടെ സദ്ഭാവന ട്രസ്റ്റ് ചെയ്യുന്ന കൂടുതൽ പുസ്തകങ്ങൾ കൂടുതലും വൈജ്ഞാനിക സാഹിത്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇന്നത്തെ കാലത്ത് വൈജ്ഞാനിക സാഹിത്യം ആളുകളെ കൊണ്ട് വായിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. കാരണം വൈജ്ഞാനിക സാഹിത്യ പ്രസാധന രംഗത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് തീർച്ചയായും ഒരു നല്ല അഭിനന്ദനം സദ്ഭാവന ട്രസ്റ്റിനും നൽകാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയാം. എനിക്ക് തീർച്ചയായും അറിയാം അതിൻ്റെ പിന്നിലുള്ള രഹസ്യവും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അത്രയും പറയുന്നത്. അതിൻ്റെ ചാലക ശക്തി തീർച്ചയായിട്ടും ബാലേന്ദ്രൻ സാറ് തന്നെയാണ്. എത്ര നിശബ്ദമായിട്ടാണ് എത്ര പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ഇവിടെ നടത്തുന്നത്. ഇവിടെ വന്ന് കാണുമ്പോൾ, ഇവിടെ മാത്രമല്ല, എൻ്റെ അപ്പുറത്ത് ഞാൻ എൻ്റെ വണ്ടിയുടെ അവിടെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് നമുക്ക് തന്നെ പറഞ്ഞറിയിക്കും. ട്രെയിനിങ്ങുകൾ, സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ആളുകൾ, എത്രയോ പേർക്ക് തൊഴിൽ കൊടുക്കുന്ന, ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു ഇതുപോലുള്ള കുറേ സ്ഥാപനങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി വന്നിരുന്നെങ്കിൽ കേരളം ഒന്നുകൂടെ മഹത്തായ ഒരു സംസ്ഥാനമായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാലക ശക്തിയിൽ ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവിടുത്തെ സെക്രട്ടറി ജയ ശ്രീകുമാർ മാഡം. പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു പേരാണ് സിന്ധു സുരേഷിൻ്റേത്. കാരണം സിന്ധുവിനെ ഞാൻ യാദൃശ്ചികമായിട്ടാണ് പരിചയപ്പെട്ടത്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പ്രസാദ സന്ത് സിന്ധുവിനെ അറിയാത്ത ആരുമില്ല. എവിടെ ഏത് എക്സിബിഷൻ ഉണ്ടെങ്കിലും അവിടെ സിന്ധു ഉണ്ട്. അത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഏത് എക്സിബിഷൻ ഉണ്ടെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല ആ സ്റ്റാളിൽ ആരെങ്കിലും കയറിയാൽ അവരെ കൊണ്ടൊരു പുസ്തകം വാങ്ങിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ മാർക്കറ്റിംഗ് ആണെങ്കിൽ ശരി, പബ്ലിക്കേഷൻ ഓഫീസറാണ്, എന്നാലും മാർക്കറ്റിംഗ് ആണെങ്കിൽ ശരി, അങ്ങനെ എല്ലാത്തിലും പിന്നെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സിന്ധുവും കൂടെ ഇതിൻ്റെ ഒരു വിജയത്തിന് കണ്ണിയാണെന്ന് പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ഞാൻ തുടക്കത്തിലേ പറയുകയാണ്. അപ്പോൾ നമുക്ക് പുസ്തകത്തിലേക്ക് വരാം. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുസ്തകം ഒരു എഞ്ചിനീയർ ആണ് ഞാൻ പഠനത്തിൽ, പിന്നെ എഡിറ്ററായി, ഇപ്പോൾ എഞ്ചിനീയറായി തിരിച്ച് റിട്ടയർമെൻറ്റിന് ശേഷം, അങ്ങനെ പല മേഖലകളിലൂടെ കടന്നു പോകുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഈ പുസ്തകം പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞത് എനിക്ക് വളരെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പം എന്നോട് സിന്ധു പറഞ്ഞപ്പോഴത്തേക്കും ഒരു പുസ്തകം എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ പുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ, അതിൻ്റെ താളുകൾ മറിച്ച് നോക്കിയപ്പോൾ, കോമള വല്യമ്മ മാഡത്തിനെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ എൻ്റെ സന്തോഷം കൂടുതൽ വർദ്ധിച്ചതേ ഉള്ളൂ. 1968 മാഡം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട CET ജോയിൻ ചെയ്തത് എന്നാണ് പറഞ്ഞത് എന്നോട്. അതായിരുന്നു ഞാൻ ജനിച്ച വർഷം. അപ്പോൾ അതൊരു വലിയൊരു ഒരു സന്തോഷം. ഇവിടെ വന്നപ്പോൾ തന്നെ CET ഒത്തിരി ആളുകളെ കണ്ടു. ഈ CET കണ്ടു കഴിഞ്ഞാൽ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ വിദ്യാലയങ്ങളും അങ്ങനെ തന്നെയാണ്, എന്നാലും ഞാൻ എൻ്റെ വിദ്യാലയത്തിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാം അന്ന് ഫസ്റ്റ് അവിടെ കോളേജിൽ ജോയിൻ ചെയ്ത ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്തും. പിന്നെ അങ്ങനെ ആയിരിക്കും നമ്മുടെ സംസാരമെല്ലാം. അപ്പോൾ അങ്ങനെ ഇവിടെ ഒത്തിരി പേരെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്കറിയാം, കാരണം ആ കാലത്ത് 1968 പോലത്തെ ഒരു കാലത്ത് പ്രത്യേകിച്ചും സ്ത്രീകൾ എഞ്ചിനീയറിംഗ് മേഖലയിൽ കടന്നു വരുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്നും ഈ പുസ്തകത്തിൻ്റെ ഒരു പേജിൽ മറ്റൊരു സന്തോഷമുണ്ട് എൻ്റെ. അത് ഞാൻ ടീച്ചറിനോട് നേരത്തെ മാഡത്തിനോട് പറഞ്ഞു. ഈ പുസ്തകം മറിച്ചു നോക്കുമ്പോൾ മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ആദ്യം പഠിച്ചിറങ്ങിയ ഒരു വനിത എന്ന് പറയുന്നത് ഗോമതി ടീച്ചറാണ്. ടീച്ചർ എൻ്റെ വളരെ അടുത്ത സുഹൃത്തെന്ന് പറയാമോ എന്ന് ചോദിച്ചില്ല, പക്ഷേ സുഹൃത്ത് തന്നെയാണ്, അങ്ങനെയാണ് പെരുമാറുന്നത്. ആദ്യത്തെ CET ആദ്യത്തെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ടീച്ചറെ നമുക്ക് എല്ലാവർക്കും അറിയാം. കൂടുതൽ അറിയുന്നത് ശാരദാ മുരളീധരൻ്റെ അമ്മ എന്നുള്ള രീതിയിലാണ്. ടീച്ചർ ഇപ്പോഴും വളരെ ആക്റ്റീവാണ്. യാത്രകളിലൂടെയും ചിത്രങ്ങളിലൂടെയും ചിത്രം വരപ്പിലൂടെയൊക്കെ ആക്റ്റീവാണ്. അപ്പോൾ ടീച്ചർ അന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾ അന്ന് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം മതിയാക്കിയിട്ട് പോയി, അവസാനം ടീച്ചർ മാത്രമായി, ബാക്കി എല്ലാം. അപ്പോൾ ടീച്ചർ പറഞ്ഞത് അന്ന് ടോയ്ലറ്റ് പോലും ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യം ടീച്ചർ സമരം ചെയ്തത് ടോയ്ലറ്റിന് വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞു. എഞ്ചിനീയറിംഗ് കോളേജിൽ CET അന്ന് CET ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തല്ല, അന്ന് നമ്മുടെ PMG അവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു വർഷം ഏതാണ്ട് എണ്ണം അറിയില്ല, എന്തായാലും ചുരുങ്ങിയത് ഒരു 50,000 പേരെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്, എല്ലാ മേഖലകളിലും. അപ്പോൾ എഞ്ചിനീയറിംഗ് ജോലിയിൽ അന്ന് പഠിച്ചു, എഞ്ചിനീയറായി ജോലി ചെയ്തു. സാധാരണ എല്ലാവരും, പ്രത്യേകിച്ച് ഇറിഗേഷനിലും PWDയിലും ഒക്കെ എഞ്ചിനീയറായി ജോലി ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായി അത് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം പെൻഷനൊക്കെ കിട്ടും. ഒരു റിട്ടയർമെൻറ്റ് ലൈഫാണ് പൊതുവേ കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നതെങ്കിൽ, ഏറ്റവും അടുത്ത വലിയ അത്ഭുതം എനിക്ക് തോന്നിയത് മാഡം അതിനുശേഷം അല്ലെങ്കിൽ കൺസൾട്ടൻസി ചെയ്യാം. സാധാരണ ഒത്തിരി ആളുകൾ, ഇപ്പം ഞാനും ഒരു കൺസൾട്ടൻസി ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യും, അതേ മേഖലകൾ. പക്ഷെ മാഡത്തിൻ്റെ പാഷൻ കൊണ്ട് അതത്ര എളുപ്പമല്ല. 3 എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുകയും അവിടുത്തെ ഡയറക്ടർ ആവുകയും ചെയ്തു എന്നുള്ളതാണ്. സാധാരണ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്താൽ നമ്മുടെ തിയറി എല്ലാം അങ്ങ് പോകും.
പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ മെഷർമെൻറ്റ് ബുക്കുകളും പ്രോജക്റ്റുകളും അതിൻ്റെ ചർച്ചകളും മാത്രമായിട്ട്, പ്രത്യേകിച്ച് ഇറിഗേഷൻ പോലുള്ള ഒരു ഡ്രൈ ഡിപ്പാർട്ട്മെൻറ്റാണ് PWD ഇറിഗേഷനും ഒക്കെ ആ കാലത്ത്. ഇപ്പോഴും ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെ. പക്ഷേ അത് കഴിഞ്ഞിട്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് തിയറിയിൽ അത്രയേറെ ബേസ് വേണം, നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ അതെന്നെ രണ്ടാമത്തെ വലിയ രീതിയിൽ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ വർഷം പഠിപ്പിച്ചു. അതിനുശേഷം ഏതാണ്ട് 8ഓളം പുസ്തകങ്ങൾ, അതും വിവിധ മേഖലകളിൽ. സാധാരണ എഞ്ചിനീയർമാരെ പറ്റി പറയുന്നത് അവർ സർഗശേഷി മീൻസ് കഥ, കവിത അങ്ങനത്തെ ഒരു സോഫ്റ്റ് ഹാർട്ടഡ് അല്ല. കാരണം പ്രത്യേകിച്ച് സിവിൽ എഞ്ചിനീയർ, കല്ല്, സിമൻറ്റ് തുടങ്ങിയ കഠിന വസ്തുക്കളുടെ അടുത്ത് ഡീൽ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അവരുടെ ഹൃദയം സോഫ്റ്റ് ആയിരിക്കും, അല്ല ഹാർഡായിരിക്കും എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനല്ല. അപ്പോൾ വളരെ ചുരുക്കം എഞ്ചിനീയർമാരെ, നിങ്ങൾക്കറിയാം, ഈ കവിതകളിലൊക്കെ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ചുരുക്കം എഞ്ചിനീയർമാരെ നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ മാഡം അതും ചെയ്തു, ഇത്രയും പുസ്തകങ്ങളും പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതൊരു വലിയ നേട്ടം തന്നെയാണ്. പിന്നെ നേരത്തെ സാറിവിടെ പറഞ്ഞതുപോലെ അത് വളരെ കൃത്യമായി സാറത് ഞാൻ ആലോചിക്കായിരുന്നു, സാറിന് എപ്പോഴാണ് ഈ പുസ്തകം, ഈ തിരക്കിൻ്റെ ഇടയിൽ ഈ പുസ്തകമൊക്കെ ഒന്ന് മറിച്ച് നോക്കാൻ അല്ലെങ്കിൽ ഓടിച്ചെങ്കിലും നോക്കാൻ പറ്റിയത് എന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ഈ പുസ്തകം ശരിക്കും 2 പുസ്തകമാകേണ്ട ഒരു പുസ്തകം ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് കാരണം ഇതിനകത്ത് 2 വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഈ സമൂഹത്തിലെ സ്ത്രീകൾ, കുട്ടികൾ തുടങ്ങി വൃദ്ധന്മാർ വരെയുള്ള ആളുകളുടെ അടുത്തുള്ള എങ്ങനെയായിരിക്കണം സമീപനം എന്ന് നമ്മുടെ സമൂഹത്തിനെ പഠിപ്പിക്കുന്ന കുറേ ലേഖനങ്ങൾ അടങ്ങിയ ഒരു, അതാ തമ്പാൻ സാർ എത്തിയിട്ടുണ്ട്. നമസ്കാരം സാർ. അപ്പോൾ ഒന്ന്, അത് പഠിപ്പിക്കുന്ന കുറേ ലേഖനങ്ങളാണ് ആദ്യത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്താൽ ഒരു പുസ്തകമാകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. എന്നെ കൂടുതൽ അത് പലരും എഴുതിയിട്ടുണ്ടാവും, ഇങ്ങനെയുള്ള മേഖലകളിലുള്ള സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധന്മാർ, അവരുടെ പരിചരണം, ടൈം മാനേജ്മെൻറ്റ് തുടങ്ങിയ വിഷയങ്ങളെ പറ്റിയുള്ള പല വിഷയങ്ങളും ഉൾപ്പെടുത്തുന്ന പുസ്തകങ്ങൾ പലരും എഴുതിയിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് കൂടുതൽ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ എനിക്ക് കൂടുതൽ തോന്നിയത് ഇതിൽ മാഡം എഴുതിയിട്ടുള്ള പല വിഷയങ്ങളെന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാറിനെ പറ്റി എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മുല്ലപ്പെരിയാറിനെ പറ്റിയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ 2 ഡിവൈഡുണ്ട്. മുല്ലപ്പെരിയാർ പൊളിച്ച് പണിയണ്ടേ, അതിന് ബലമുണ്ടോ ഇല്ലേ, അതിനെപ്പറ്റിയൊക്കെ വളരെ കൃത്യമായ, പ്രത്യേകിച്ച് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന ആളെന്നുള്ള രീതിയിൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ മാഡത്തിൻ്റെ ലേഖനം നമുക്ക് ഇന്നത്തെ കാണാം. മാത്രമല്ല, ഈ ജല മാനേജ്മെൻറ്റ് നമ്മുടെ സമൂഹത്തിന് കൃത്യമായ അവബോധം ഇല്ലാത്ത ഒരു വിഷയമാണ് ഈ ജല മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കേരളക്കാർ പ്രത്യേകിച്ച് നമ്മൾ ധരിക്കുന്നത് നമുക്ക് ഇഷ്ടംപോലെ മഴയുണ്ടല്ലോ, അപ്പോൾ ജല മാനേജ്മെൻറ്റിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ പൊതുവെ പറയപ്പെടുന്നത് അടുത്ത യുദ്ധം, നമുക്ക് 2 മഹായുദ്ധങ്ങളും നിരവധിയായ യുദ്ധങ്ങളും ലോകത്തുണ്ടായിരുന്നിട്ടുണ്ട്. ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈനിൽ യുദ്ധം നടക്കുന്നു, പല മേഖലകളിൽ യുദ്ധം നടക്കുന്നു. പക്ഷേ ചിന്തകർ പറയുന്നത് അടുത്ത മഹായുദ്ധം നടക്കാൻ പോകുന്നത് ജലത്തിന് വേണ്ടിയിട്ടായിരിക്കും. ആളുകൾ വെള്ളം അത്രയേറെ പലയിടത്തും ഇല്ല. അപ്പോൾ ആ അവസരത്തിലാണ് ജല മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിനെപ്പറ്റി ഒരു നല്ല ലേഖനം മാഡം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് മേഖലയിൽ, ഇപ്പോൾ സ്ത്രീകൾ എഞ്ചിനീയറിംഗ് മേഖലയിൽ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ടൊരു നല്ല ലേഖനം ഇതിനകത്തുണ്ട്. പൊതുവെ എഞ്ചിനീയറിംഗ് മേഖലയിൽ സ്ത്രീകൾ കുറവായിരുന്നു ഒരു കാലത്ത്, പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ലാന്ന് നമുക്കറിയാം. ഇന്ത്യ പൊതുവെ എഞ്ചിനീയറിംഗ് മേഖലയിൽ മറ്റു ലോകരാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഏറ്റവും നല്ല ഉന്നതമായ നിലവാരത്തിൽ ആയിരുന്നു എന്ന് തെളിയിക്കുന്ന ലേഖനം ഇതിനകത്തുണ്ട്. ഒറീസയിലെ ക്ഷേത്രത്തിനെ പറ്റിയിട്ടുള്ളൊരു ലേഖനം മാഡം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നൊരു കാര്യം, 2000 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു കല്ലണ ഇന്നും തമിഴ്നാട്ടിൽ കൃത്യമായി അതിൻ്റെ ഫംഗ്ഷൻ നിർവഹിക്കുന്നു എന്നുള്ളത്. 2000 വർഷം, ഏതാണ്ട് 2000 അല്ലേ, 2000 വർഷം മുമ്പാണ് ആ കല്ലണ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അന്നേ ഇത് പ്ലാൻ ചെയ്യാനും ജലസേചനത്തിനും കുടിവെള്ളത്തിനും വേണ്ടിയിട്ട് കൃഷ്ണ നദിക്ക് കുറുകെ അങ്ങനൊരു ഇത് ഉണ്ടാക്കാനും കഴിഞ്ഞ ഒരു നാടാണ് ഇന്ത്യ. നമ്മുടെ മഹാക്ഷേത്രങ്ങൾ, ഈ ക്ഷേത്രങ്ങളുടെ ആർക്കിടെക്ചർ, അതിൻ്റെ നിർമ്മാണം, വളരെയധികം ദൂരങ്ങളിലുള്ള പാറകളെ പൊട്ടിച്ചു കൊണ്ടുവന്ന് ഇത് ഇത്രയും, പ്രത്യേകിച്ച് ഇന്നത്തെ പോലെ ക്രെയിനും ഒന്നുമില്ലായിരുന്ന ഒരു സന്ദർഭത്തിൽ ഇത്രയേറെ ഉയരത്തിൽ ഇത്രയും കൃത്യമായി നമ്മുടെ തമിഴ്നാട്ടിലെയും മറ്റുമൊക്കെ ഉള്ള തഞ്ചാവൂരും മഹാബലിപുരത്തും ഒക്കെ ഉള്ള മഹാക്ഷേത്രങ്ങൾ നമ്മുടെ എഞ്ചിനീയർമാർ, അന്ന് എഞ്ചിനീയർമാരാണോ എന്നറിയില്ല, എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ഇന്നും ശാസ്ത്രത്തിന് അത്ഭുതമാണ്. ഇത്രയേറെ ഭൂകമ്പങ്ങളെ 2000-ലേറെ വർഷങ്ങളായിട്ട് ഭൂകമ്പങ്ങളായാലും ശരി, പ്രകൃതിയുടെ മറ്റുള്ള പ്രളയങ്ങളായാലും ശരി, ഇതൊക്കെ അതിജീവിച്ച് നിൽക്കുന്ന ഈ
രൂപങ്ങൾ, മഹാനിർമ്മിതികൾ ഉണ്ടാക്കിയ ഒരു നാടാണ് നമ്മുടെ നാട്. നമ്മളെപ്പോഴും അമേരിക്കയെ പറ്റി പറയാറുണ്ട്. 17-ാം നൂറ്റാണ്ട് തുടങ്ങുമ്പോൾ മാത്രമാണ് അമേരിക്കയുടെ എന്താ പറയുന്നത് തുടക്കം. അതിനും എത്രയോ വർഷം മുമ്പാണ്. ഇവിടെ ഡോക്ടർമാരുണ്ട്. ആരോഗ്യ മേഖലയിൽ, സർജറിയിൽ, ഏത് മേഖലയിലാണ് നമ്മളില്ലാത്തത്. അപ്പോൾ അത്രയേറെ ഒരു പാരമ്പര്യമുള്ള ഒരു നാടായിരുന്നു ഗണിതത്തിൽ ഇന്ത്യ എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ ഇതെല്ലാം ഈ അവസരത്തിൽ ഈ പുസ്തകം എന്നെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മാഡത്തിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ പേര് തന്നെ ഒരു എഞ്ചിനീയറുടെ ബോധധാര എന്നുള്ളതാണ്. അപ്പോൾ ഒരു എഞ്ചിനീയർ, എല്ലാ എഞ്ചിനീയർക്കും ഈ ബോധധാരയിലൂടെയാണോ കടന്നു പോകുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ കോമളവല്ലി മാഡം ഒരു എഞ്ചിനീയർ മാത്രമല്ല, മാഡത്തിൻ്റെ ബോധധാരയിൽ ഇതുപോലുള്ള സമൂഹത്തിനെ സ്പർശിക്കുന്ന സാങ്കേതികതയ്ക്കപ്പുറം സമൂഹത്തിനെ പറ്റി കൂടുതൽ ചിന്തിക്കുകയും എല്ലാ വിഭാഗം ആളുകളെ പറ്റി ചിന്തിക്കുകയും അവരെ പറ്റി എഴുതുകയും ചെയ്യുന്ന ഒരു മനസ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ലേഖനങ്ങൾ ഈ പുസ്തകത്തിന് എഴുതാൻ കഴിഞ്ഞത് എന്നുള്ളത് തീർച്ചയായും ഒരു വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ പുസ്തകം ഞാനത് നോക്കി, കവിതാ സമാഹാരമാണ്. കവിത എന്നുള്ള പേരിൽ ഇപ്പം നമ്മൾ പല കവിതകളും കേൾക്കുന്നുണ്ട്. നമുക്ക് അർത്ഥമില്ലാത്ത സിനിമാ പാട്ടുകൾ, കവിതകൾ, കുറേ വാക്കുകളെടുത്ത് കൂട്ടിച്ചേർത്ത് വച്ചിട്ട് ഒരു കവിത ഉണ്ടാക്കുന്നു. അത് ഉച്ചത്തിൽ സംഗീതത്തിൽ എതിർ ചൊല്ലുന്നു, ആളുകൾ ആസ്വദിക്കുന്നു എന്നുള്ളത് വിട്ടിട്ട് നമ്മൾ കേട്ട, നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന, നമ്മളെ തലച്ചോറിനെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന കവിതകളുടെ ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ കവിതകളെ ഓർമ്മിപ്പിക്കുന്ന 25ഓളം കവിതകളാണ് ഈ പുസ്തകത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്നത്, അങ്ങനെ 2025 ഈ എൻഡിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ രണ്ട് പുസ്തകങ്ങളും ഇവിടെ പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ഏറ്റവും ഓർമ്മിക്കുന്ന ഒരു ചടങ്ങാണ്, ഓർമ്മിക്കുന്ന ഒരു നിമിഷമാണ്. ഈ നിമിഷം എനിക്ക് സമ്മാനിച്ച മാഡത്തിനും നമ്മുടെ സദ്ഭാവന ട്രസ്റ്റിനും ഉള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇവിടെയുള്ള കൂടിയിട്ടുള്ള എല്ലാവർക്കും പുതിയ വർഷത്തിൽ ഏറ്റവും നല്ലൊരു വർഷം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മുഖ്യപ്രഭാഷണത്തിനായി ഡോക്ടർ എം.ആർ. തമ്പാൻ സാറിനെ ക്ഷണിക്കും. കായംകുളം യൂനിസ്, ഹരീന്ദ്രൻ, ശാന്ത ടീച്ചർ, നമ്മുടെ ഇന്നത്തെ താരം ഡോക്ടർ കോമളവല്ലിയുടെ പുസ്തകങ്ങൾ നേരത്തെയും പ്രകാശനത്തിനും പങ്കെടുക്കാനും അവതാരിക എഴുതാനുമൊക്കെ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോമളവല്ലി ഒരു കവയിത്രിയാണ്, കഥാകൃത്താണ്, നോവലിസ്റ്റാണ്. അതോടൊപ്പം സർഗാത്മക സാഹിത്യത്തോടൊപ്പം വൈജ്ഞാനിക സാഹിത്യത്തിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. ഞാനിത് 8ാമത്തെ കൃതിയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ പുസ്തകത്തെക്കുറിച്ച് ഹരീന്ദ്രനും മറ്റുമൊക്കെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പൊതുവായി ഈ കൃതിയിൽ സേലിയൻ ഫീച്ചേഴ്സ് മാത്രം ഞാൻ എടുത്തു കാട്ടിയാണ്. കോമളവല്ലിയുടെ ഗദ്യത്തിന് ഒരു സവിശേഷതയുണ്ട്. കാരണം അത് വൈജ്ഞാനികമാണെങ്കിലും വൈജ്ഞാനികത്തോടൊപ്പം സർഗാത്മകവും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള തനതായ ഒരു രചനാശൈലി കോമളവല്ലിയുടെ എല്ലാ കൃതികൾക്കും ഉണ്ട്. അവിടുത്തെ എല്ലാ കഥകളായാലും നോവലായാലും അതിലും വൈജ്ഞാനികം, നമുക്ക് വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ കാണും. വിജ്ഞാനപ്രദമായിട്ടുള്ള വൈജ്ഞാനിക ലേഖനങ്ങളിൽ അവിടെയും സർഗാത്മകത കലർത്താറുണ്ട്. ഒരു ഉദാഹരണത്തിന് ഞാൻ നേരത്തെ വായിച്ച ഒരു പുസ്തകമുണ്ട്, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഇത് ഒരു ഗ്രാമത്തിലൊരു സന്യാസി വരുന്നു. സന്യാസി വരുമ്പോൾ അവിടെ എല്ലാം ഒരു മൂല്യച്യുതിയുടെ, മൂല്യനിരാസത്തിൻ്റെയൊക്കെ കാഴ്ച കാണും. അത് കണ്ട് അദ്ദേഹം നിരാശപ്പെട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്ന് ചിന്തിച്ച് കുറച്ച് യുവാക്കളെ വിളിച്ചു കൂട്ടി അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു അധ്യാപകൻ കുട്ടികളോട് പറയുന്ന പോലെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വൈജ്ഞാനിക രംഗത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഈ സന്യാസിയെയും ഈ കുട്ടികളെയൊക്കെ ഒരു ഭാവനയിലൂടെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. മിക്കവാറും എല്ലാ കൃതികളിലും വൈജ്ഞാനിക കൃതികളിൽ ഭാവനയും സർഗാത്മകതയിൽ വൈജ്ഞാനികവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൃതികൾ വിനോദത്തോടൊപ്പം വിജ്ഞാനവും നൽകുന്നതിന് ഉപകരിക്കുന്നത്. പിന്നെ ഇത് ലേഖന സമാഹാരം എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പുസ്തകത്തിൽ. പക്ഷേ ഇതിൽ ലേഖന സമാഹാരം എന്നല്ല, പ്രബന്ധ സമാഹാരം എന്നായിരുന്നു കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു. ഒന്ന്, ലേഖനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവായ കാര്യങ്ങൾ ഒരു വാരികയ്ക്ക്, ഒരു പത്രത്തിന്, ആനുകാലികങ്ങൾക്ക് നൽകാൻ വേണ്ടി എഴുതുന്നതാണ് ലേഖനങ്ങളായിട്ട്. പ്രബന്ധമാകുമ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് അതിൽ
സ്ഥിതിവിവരക്കണക്കുകളുടെ അകമ്പടിയോടുകൂടി അതിൽ ഫൈൻഡിങ്സും അതിലൊരു മെത്തഡോളജിയും എല്ലാ രീതിയിലും അവതരിപ്പിക്കുന്നതും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുമ്പോഴുമാണ് അതൊരു പ്രബന്ധമായി വരുന്നത്. വളരെ നേരിയ വ്യത്യാസമാണെങ്കിലും ലേഖനവും പ്രബന്ധവും തമ്മിൽ വ്യത്യാസം. ആ വ്യത്യാസം ഈ കൃതിയിൽ നമുക്ക് കാണാം. ഇത് ലേഖനവും സമാഹാരമെന്ന് പറയുന്നുവെങ്കിലും ഇതിൽ പ്രബന്ധങ്ങളുടെ ഒരു സമാഹാരമാണ്. പ്രബന്ധങ്ങളാകുമ്പം രണ്ട് ന്യൂനതകൾ പ്രബന്ധ സമാഹാരത്തിനുണ്ടാകാറുണ്ട്. ഒന്ന്, ചിലർ പ്രബന്ധ സമാഹാരം എന്ന് പറഞ്ഞാൽ പണ്ട് എഴുതിയിട്ടുള്ളത് എല്ലാം കൂടെ കോർത്ത് കെട്ടി തരാറുണ്ട്. പല വിഷയങ്ങളുണ്ട്, പല അവിയൽ രൂപത്തിലുണ്ട്. അത് വായിക്കുന്നതിനൊരു രസം കാണില്ല. പക്ഷേ ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഭാഷയെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ച്, ടെക്നോളജിയെക്കുറിച്ച്, കെമിസ്ട്രിയെക്കുറിച്ച്, ഏതെങ്കിലും ഒരു, അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു വിഷയത്തെ അവലംബമാക്കിയിട്ടുള്ള ലേഖനങ്ങളുടെ സമാഹാരമാണെങ്കിൽ അത് വായനക്കാർക്ക് പ്രയോജനകരമായിരിക്കും. അതിന് കൂടുതൽ വിറ്റഴിയാനും സാധ്യതയുണ്ട്. ഇവിടെ കോമളവല്ലിയുടെ ലേഖനങ്ങൾ, എഴുതിയിട്ടുള്ള എല്ലാ ലേഖനങ്ങളും കുത്തിക്കെട്ടി നമുക്ക് തരികയല്ല ചെയ്യുന്നത്. മറിച്ച് ടെക്നോളജി സംബന്ധിച്ച ലേഖനങ്ങൾ കൂടുതൽ മുന്നടക്കി. ഒരു അമ്പലത്തിൻ്റെ ഇത് വരുന്നുണ്ടെങ്കിലും അതും ടെക്നോളജിയായിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം പുരി ജഗന്നാഥ ക്ഷേത്രത്തെക്കുറിച്ച് വാസ്തുവിദ്യ അതും ഒരു ശാസ്ത്രമായി ഇന്ന് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതും ടെക്നോളജിയുടെ വിഭാഗത്തിൽപ്പെടാം. അപ്പോൾ ഇതിലെ 16 ലേഖനങ്ങളും ഈ ടെക്നോളജിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതായതുകൊണ്ട് വായനയ്ക്ക് ഒരു പ്രത്യേകത ഇതിൽ തോന്നുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇതിൻ്റെ ഒരു സവിശേഷതയായി തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് ഇതിൻ്റെ ശൈലിയെക്കുറിച്ചാണ്. സാങ്കേതിക വിവരങ്ങളാണ് പറയുന്നതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക പദങ്ങളൊക്കെ അതേ കണക്ക് തന്നെ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാകാനും വായിക്കുന്നതിനുള്ള ഫ്ലോയ്ക്കും ഒരു പ്രതിബന്ധവും ഇതിൽ വരുന്നില്ല. എൻ്റെ പുസ്തകത്തിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. 16 ലേഖനങ്ങളുള്ളതിൽ 6 ലേഖനങ്ങൾ ഇവിടെ ഞാൻ വരുമ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന ജലസേനത്തെക്കുറിച്ചുള്ളതാണ്, ജലത്തെക്കുറിച്ചുള്ളതാണ്, ജലത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ്. 21-ാം നൂറ്റാണ്ടിൽ ഒരു യുദ്ധമുണ്ടാവുമെങ്കിൽ അത് ജലത്തിന് വേണ്ടിയായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ ജലത്തെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ സങ്കല്പം 44 നദികളും കായലുകളും തോടും ഇതുമെല്ലാമുള്ള കേരളം, അവിടെ ജലസമ്പത്തുള്ള നാടാണെന്നാണ് നമ്മുടെയൊക്കെ സങ്കല്പം. ആ സങ്കല്പത്തെ കോമളവല്ലി തിരുത്തി കുറിച്ചിരിക്കുകയാണ്. ജലദാരിദ്ര്യമുള്ള നാടാണ് നമ്മുടെ നാടെന്നുള്ളത്. ഇന്നും മഴവെള്ളം കടലിലേക്ക് ഒഴുകി പോകുന്നു. അതുപോലെ നദികളും 54 നദികളും എല്ലാം ഒന്നും സംരക്ഷിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ലേഖനങ്ങൾക്ക് 6 ലേഖനങ്ങൾക്കും ജലസംരക്ഷണത്തിൻ്റെ, ജലമാനേജ്മെൻറ്റിൻ്റെ സാങ്കേതികത്വം വിവരിക്കുന്ന ആ ലേഖനങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. അടുത്ത ഒരു ലേഖനം വളരെ ശ്രദ്ധേയമായി തോന്നുന്നത് പരിസ്ഥിതിയെക്കുറിച്ചാണ്. കാരണം മനുഷ്യൻ പരിസ്ഥിതിയെ അമിതമായി അനിയന്ത്രിതമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു കവിഭാവനയിൽ ONV സാറിൻ്റെ ഒരു കവിതയിൽ തന്നെ ചിത്രീകരിച്ചിരിക്കുന്നത് പോലെ സൂര്യൻ്റെ കാമുകിയാണ് നമ്മുടെ ഭൂമിദേവി. എന്താ, മനുഷ്യൻ അവരുടെ ആക്രാന്തം പൂണ്ട, ആസക്തി കൊണ്ട്, അത്യാസക്തി പൂണ്ട മനുഷ്യൻ അവർ ചൂഷണം ചെയ്ത്, ഭൂമിദേവിയെ ചൂഷണം ചെയ്ത് പട്ടുപടവ് വലിച്ചൂരി നഗ്നയാക്കിയിരിക്കുന്നു. അതിൽ രോക്ഷം പൂണ്ട കാമുകൻ സൂര്യൻ ലേസർ രശ്മികൾ കടത്തിവിട്ട് മാരകമായ രോഗങ്ങൾ, കാലം തെറ്റിയ കാലാവസ്ഥകൾ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ധ്രുവപ്രദേശങ്ങളിൽ ഭൂമി പനിപിടിച്ച് വിറയ്ക്കുകയാണ്. ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞുമലകൾ ഉരുകാൻ തുടങ്ങി. ആസന്ന ഭാവിയിൽ തന്നെ നമ്മൾ സുനാമിയിൽ, പ്രളയത്തിൽ തീരദേശ നഗരങ്ങളെല്ലാം കൊല്ലവും തിരുവനന്തപുരവും കോഴിക്കോടും എല്ലാം ബോംബെയും എല്ലാം ആയിട്ട് വന്ന ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പക്ഷേ ഇന്നും പരിസ്ഥിതി സംരക്ഷണത്തിൽ ഈ ലേഖനങ്ങളും സെമിനാറുകളും നടക്കുന്നെങ്കിലും കുറച്ച് അവബോധം നടത്താൻ കഴിയുന്നെങ്കിലും ഇന്നും നമ്മൾ ആശങ്കയിലാണ്. ഏത് നിമിഷവും എന്തും മാരകമായ രോഗങ്ങളോ കാലാവസ്ഥ സുനാമിയോ ഉരുൾപൊട്ടലോ എന്തും വരാവുന്ന രീതിയിലേക്ക് നമ്മുടെ ഇവിടെ ഈ തരുണത്തിൽ ഗാന്ധിജിയുടെ ഒരു പ്രസ്താവം വളരെ ശ്രദ്ധേയമാണ്. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ഈ ഭൂമിയിലുണ്ട്, മനുഷ്യൻ്റെ അത്യാസക്തിക്കുള്ളത് മാത്രമാണ് ഈ ഭൂമിയിൽ ഇല്ലാത്തത് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും താല്പര്യം തോന്നിയുണ്ട്, മറ്റ് ലേഖനങ്ങളിലേക്ക് കിടക്കുന്നില്ല, അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കാരണം ഡോക്ടർ പുഷ്പാംഗൻ സാറിൻ്റെ അനുസരണ സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ പങ്കെടുക്കാനാണ് ബാലേന്ദ്രന് പോയത്. ഞാനും അതിൽ പോകേണ്ടത്. യൂനിസും വേറൊരു മീറ്റിങ്ങും ഉണ്ട്. PT ഭാസ്കർ പണിക്കർ സാറിൻ്റെ അനുസ്മരണവും ഇന്ന് തന്നെയാണ് ഉള്ളത്, അതിലും പോകേണ്ടി. സമയത്തെക്കുറിച്ചുള്ളതാണ്. സമയം എങ്ങനെ നമ്മൾ പാലിക്കാമെന്നുള്ളത്. അതിന് നമുക്ക് ഈ ലോകത്ത് നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത ഒന്നേ ഉള്ളൂ,
അത് സമയമാണ്. ഇന്നിപ്പം നഷ്ടപ്പെടുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷം അത് ഒരു കാലത്തും ആർക്കും സമ്പന്നനോ പണ്ഡിതനോ ആർക്കും അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുണ്ട്. അപ്പോൾ എങ്ങനെ സമയം പാലിക്കുക, എങ്ങനെ കൃത്യനിഷ്ഠ പാലിക്കുക, ഇത് പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരിതാണ്. ഞാൻ ആ ലേഖനം വായിച്ചപ്പോൾ ഞാൻ 8ാം സ്റ്റാൻഡേർഡിലോ മറ്റോ പഠിക്കുന്ന അവസരത്തിൽ അന്ന് ക്ലാസ് മോണിറ്ററോ മറ്റു വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്ന കാലം കോളേജിൽ വരുമ്പോഴും എല്ലാം ഞാൻ ഓർത്തിരിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. അത് ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ജി ശങ്കരപ്പിള്ള സാറിൻ്റെ പ്രസംഗമാണ്. ശങ്കരപ്പിള്ള സാറ് എന്ന വേൾഡ് ഡിഗ്രി ആനിവേഴ്സറിക്ക് പ്രസംഗിക്കുകയാണ്. പിന്നെ പരീക്ഷയ്ക്ക് ഏതാണ്ട് കഷ്ടിച്ച് 6 ദിവസമേ ഉള്ളൂ. ഞങ്ങൾ ഈ പ്രസംഗമൊന്നും കേൾക്കാറില്ല, പ്രത്യേകിച്ചും ആ പ്രായത്തിലുള്ളവർ. അവിടെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സാറിൻ്റെ ശബ്ദം കേട്ട് ഇനി പരീക്ഷയ്ക്ക് 6 ദിവസമേ ഉള്ളൂ. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. ഒന്നും പഠിച്ചിട്ടില്ല, ഇനി 6 ദിവസമേ ഉള്ളൂ. പക്ഷെ ഒന്നും പഠിക്കാത്ത മരമണ്ടന്മാർക്ക് പോലും ഏറ്റവും നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ പറ്റിയ ഒരു സൂത്രം ഞാൻ ഇനി പറയാൻ പോവുകയാണ്. ഞാൻ പെട്ടെന്ന് കളി നിർത്തി ഞാൻ ഓടി. കാരണം സാറ് പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഞാനും പെടും. ഞാനും ഒന്നും പഠിച്ചിട്ടില്ല, എല്ലാ മരമണ്ടന്മാരുടെ ഗ്രൂപ്പിലാണ് ഞാൻ. അപ്പം എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന് അത്യാസക്തിയുണ്ട്. അങ്ങനെ എന്തായിരിക്കും ആ സൂത്രം എന്നറിയാനായിട്ടും അവിടെ ഏറ്റവും മുമ്പിൽ തന്നെ പോയിരുന്നു. അപ്പോൾ സാറ് പ്രസംഗിച്ചു, ഇനി ഈ 6 ദിവസമുണ്ട്, അതിന് നിങ്ങളൊരു ടൈം ടേബിൾ ഇടണം. ആ ടൈം ടേബിൾ ഇടുന്നതിന് മുമ്പ് വാരി വലിച്ചെല്ലാം വായിക്കാൻ സമയമില്ല. ഓരോ സാറിനോടും ചോദിക്കണം ഏതൊക്കെയാണ് പ്രധാനമായിട്ടും വായിക്കേണ്ടത്. എന്നിട്ട് രാവിലെ എണീക്കുന്ന ഉടനെ രാവിലെ എണീക്കുക എന്ന് പറഞ്ഞാൽ 8 മണി വരെ കിടന്നുറങ്ങരുത്. കഴിയുമെങ്കിൽ 4 മണിക്ക് തന്നെ എണീക്കുക. നടക്കുന്ന കാര്യമല്ല എന്ന് കേട്ടപ്പോഴേ അറിഞ്ഞു. 4 മണിക്ക് എണീക്കുക. എണീറ്റിട്ട് പ്രപഞ്ചത്തിന് നിദാനമായൊരു ശക്തി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ദൈവത്തിൻ്റെ മനസ്സിൽ കരുതിയിട്ട് ഇന്ന് എന്തൊക്കെ പഠിക്കണം എന്ന് തീരുമാനിക്കുക. വൈകുന്നേരത്ത് കിടക്കാൻ നേരത്ത് അവിടെ ഇരുന്നിട്ടൊന്ന് ആലോചിക്കുക, ഞാൻ പരിപാടി ഇട്ടതനുസരിച്ച് എന്തൊക്കെ പഠിക്കാൻ കഴിഞ്ഞു, ഈ ഒരു വിഷയം ഇന്ന് കവർ ചെയ്യാൻ കഴിഞ്ഞു എന്നൊന്ന് ചിന്തിക്കുക. ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾ പാസ്സായിരിക്കുമെന്ന്. ഞാൻ എന്തായിരുന്നാലും ഇതൊന്ന് പരീക്ഷിക്കാമെന്ന് കരുതി ടൈം ടേബിൾ ഇട്ട് അവരുടെ സാർമാരോട് ചോദിച്ച് വായിക്കേണ്ടതൊക്കെ മനസ്സിലാക്കി, പ്രധാന ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ മനസ്സിലാക്കി പഠിക്കാനായിട്ടിരുന്നു. ഉച്ചവരെ അതിൻ്റെ പകുതി, ഉച്ച ഇരിഞ്ഞിട്ട് ഇത്ര ഇതെന്നൊക്കെ ഇട്ടു. കിടക്കാൻ നേരത്തെ രാവിലെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കരുതി കിടന്നുകൊണ്ട് ചിന്തിക്കാമെന്ന് കരുതി. കിടന്നത് ഉറങ്ങിയത് ഒരുമിച്ചിരുന്നു. അന്നത്തെ ദിവസം പോയി. 2ാമത്തെ ദിവസവും ഞാൻ ഇരുന്ന് നോക്കിയ ഉടനെ പരിപാടി ഇട്ടതിൻ്റെ പകുതി പോലും ആയിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ സാറിനോട് പറഞ്ഞു, സാറേ എൻ്റെ ഇതൊന്നുമില്ല, സാരമില്ല, അത് 3ാം ദിവസം ഇതും കൂടെ കവർ ചെയ്തങ്ങ് പഠിച്ചാൽ മതിയെന്ന്. അപ്പം പിന്നെ കളിയും എല്ലാം മാറ്റി നിർത്തിയിട്ട് വീണ്ടും ഇത് നോക്കി. സാറ് പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ട് ഒരു നിമിഷം പാഴാക്കാതെ പഠിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാലും നല്ല മാർക്കോട് കൂടി പാസ്സാക്കാൻ കഴിഞ്ഞത് അന്ന് ആ ഹെഡ് മാസ്റ്ററുടെ പ്രസംഗം മൂലം. സമയം ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞുകൊണ്ടാണ്. പിന്നെ കോമളവല്ലിയുടെ ലേഖനത്തിൽ എനിക്കൊരു കാര്യം കൂടി അടുത്ത പതിപ്പിൽ ചൂണ്ടിക്കാണിച്ചാൽ കൊള്ളാവുന്നുണ്ട്. കോമളവല്ലിയും ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ പറഞ്ഞ എനിക്ക് ഉപദേശങ്ങൾ ആർക്കും തരാം, ഉപദേശങ്ങൾ തന്നിരിക്കുകയാണ്. കാരണം എങ്ങനെ ടൈം ടേബിൾ ഇടണം, എങ്ങനെ ആസൂത്രണം ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. പക്ഷേ പലർക്കും ഇത് കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. അത് കഴിയാത്തതിൻ്റെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. മനസ്സിനെ നിയന്ത്രിക്കുക അത്ര എളുപ്പമല്ല. മഹാനായ നെപ്പോളിയൻ പറഞ്ഞിട്ടുണ്ട്, ലോകം കീഴടക്കാൻ എനിക്ക് കഴിഞ്ഞു, പക്ഷേ എൻ്റെ മനസ്സ് കീഴടക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ശ്രമിച്ചാൽ ഒരു 25, 30, 50% വരെയൊക്കെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും. പരീക്ഷ അടുക്കുന്ന സമയത്ത് എൻ്റെ കൂടുള്ള അയൽവാസികളും എല്ലാം 10ാം ക്ലാസ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം അന്ന് അവിടെ ഉത്സവം നടക്കുന്നതുകൊണ്ട് ഉത്സവത്തിന് പോകണം. പക്ഷേ ഞാൻ ആ ടീമിൽ നിന്ന് മാറി ആ ഉത്സവത്തിന് പോകാതെ പഠിച്ചു. അതുകൊണ്ട് SSLC എനിക്ക് പാസ്സാകാൻ കഴിഞ്ഞു. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചാലേ സമയത്തെ നിയന്ത്രിക്കാനൊക്കെയുള്ളൂ. വളരെ വിദ്യാർത്ഥികൾക്കെന്ന് മാത്രമല്ല മുതിർന്നവർക്കും പറ്റിയ ഒരു ഇതാണ് ലേഖനം. പക്ഷേ ഇപ്പോഴും വിദ്യാർത്ഥിയായിരുന്നപ്പോൾ മാത്രമല്ല, വളർന്നതിന് ശേഷം ഇപ്പോഴും ഞാൻ ആ സാറിൻ്റെ വാക്കുകൾ ഓർക്കുകയും എന്നും രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഇന്ന കാര്യങ്ങൾ തീർക്കണമെന്ന് തീരുമാനിക്കും. കഴിയുന്നതും ആരോടും വഴക്കുണ്ടാകാതെ, ആരെക്കുറിച്ചും കുറ്റം പറയാതെ ഈ ദിവസം ആരെങ്കിലും സഹായിച്ച് കഴിയണമെന്ന് വരുന്നു. പക്ഷേ 100% നടക്കില്ല, 10-25% നടക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കോമളവല്ലിയുടെ ആ ലേഖനം ഒരു പാഠപുസ്തകത്തിൽ വരെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പം ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് ഒരുപാട് ഇംഗ്ലീഷ് പുസ്തകങ്ങളുണ്ട്. പക്ഷേ മലയാളത്തിൽ ഇത്തരം വിഷയങ്ങളിൽ പുസ്തകങ്ങളും കുറവാണ്, ലേഖനങ്ങളും കുറവാണ്.
പിന്നെ കോമളവല്ലിയുടെ പുസ്തകത്തിനുള്ള മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് വികസനത്തെക്കുറിച്ചുള്ളതാണ്. അതിൽ നാടിൻ്റെ വികസനം എങ്ങനെയായിരിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ആ വികസനത്തിൽ തന്നെയും അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വയോജനങ്ങൾക്കും സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ആണ്. അപ്പം വയോജനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ പുസ്തകത്തിൽ എല്ലാ കാര്യങ്ങളും പറയുകയാണെങ്കിൽ പിന്നെ സിന്ധുവിന് കച്ചവടമൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിലേക്ക് നടക്കുന്നില്ല. അങ്ങനെ സാഹിത്യത്തിൻ്റെ സമസ്ത മേഖലകളിലും കൈവച്ചിട്ടുള്ള അവിടെയെല്ലാം പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള കോമളവല്ലിക്ക് ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ 2 മേഖലകളിലും പ്രസിദ്ധീകരിക്കാൻ കഴിയട്ടെ എന്ന ആശംസയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇതെന്നെ പോകാൻ അനുവദിക്കണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.